അതായത് ഈ കോവിഡ് സമയത്തുണ്ടായിരുന്ന പാക്കേജിൽ, ആ പാക്കേജിന്റെ സമയത്ത് ഈ പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് 40% ഉണ്ടായിരുന്നത് 22% കുറച്ചു കൊടുത്തു. കുറേ മേഖലകൾക്ക് പുതിയതായിട്ട് വരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം 15% താഴ്ത്തി കൊടുത്തു. ഇത് ഇന്ന് നിലനിർത്തുന്നു എന്നുള്ളത് വലിയ അഭിമാനത്തോടെ പറയുകയാണ്. 7% ഗ്രോത്തിലേക്ക് പോയിരിക്കുന്ന ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് മേഖല റിവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സിന്റെ കാര്യത്തിൽ റോബസ്റ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ ടാക്സ് വർദ്ധിപ്പിക്കാൻ തയ്യാറാവാത്തത്? അതേസമയത്ത് സാധാരണക്കാരന് എന്താണ് കൊടുത്തത്? എന്ത് കൊടുത്തിട്ടാണ്? അപ്പൊ അത് വലിയ അഡ്വാൻറ്റേജ് ആയിട്ടും വലിയ നേട്ടമായിട്ട് എണ്ണി പറയുമ്പോൾ ഈ കോവിഡ് കാലത്ത് ആ പാക്കേജിന്റെ ഭാഗമായിട്ട് കുറച്ചു കൊടുത്ത് ശരി. പക്ഷെ ഇപ്പൊ അവകാശപ്പെടുന്ന വലിയ കുതിപ്പിലേക്ക് പോകുന്നു, മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ പോകുന്നു, 7% വളർച്ച പോകുന്നു, വലിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റുകളുടെ നികുതി അല്പം വർദ്ധിപ്പിക്കണ്ടേ? അവർക്ക് ഇത്ര വലിയ ഇളവെന്തിനാ? 2-2.5 ലക്ഷം 3 ലക്ഷം കോടി രൂപയോളം ഒരു വർഷം അതുമാത്രമായിട്ട് നഷ്ടപ്പെടുന്നത് രാജ്യത്തിന് അറിയാമോ? അപ്പൊ ഒരു $80 ക്രൂഡിന്റെ വില താഴ്ന്നിട്ട് 5 പൈസ കുറച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊടാൻ പറ്റില്ല. ഇതൊക്കെ അരുൺ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊപ്പര്യന്തമുള്ള ബഡ്ജറ്റുകളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താ? നാരി ശക്തി, സ്ത്രീ ശക്തി, ബേട്ടി ബച്ചാവോ, അതുപോലെ തന്നെ നിങ്ങളെ മീഡിയക്ക് ടാഗ് ലൈൻസ് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറെ ടാഗ് ലൈൻസ് വരുന്ന മീഡിയയിൽ വരുന്ന കുറെ മുദ്രാവാക്യങ്ങൾ, കുറെ അതായത് അങ്ങ് സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ മേമ്പൊടി എന്നോണം ചുരുക്കം ചില പദ്ധതികളിൽ ഇതുവരെ ചെയ്ത ക്ഷേമ പദ്ധതികൾ അത് പേരിട്ട് ഓരോ ഹെഡറാക്കി അത് അവതരിപ്പിക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരെയും ശമ്പള വരുമാനക്കാരെയും ഈ ബജറ്റ് ലക്ഷ്യമിട്ടിട്ടേയില്ല. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു ഘട്ടമാണോ? കാരണം മുന്നോട്ടുള്ള പ്രയാണം, വികസന പ്രവർത്തനങ്ങൾ, ബജറ്റ് പ്രസംഗത്തിന്റെ ഓരോ പേജ് എടുത്തു നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഉയർന്ന വിലക്കയറ്റം, വലയുന്ന സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, അപ്പോൾ ഈ 4 ജാതികളിൽ ഒന്നായ പാവപ്പെട്ടവൻ ആശ്വസിക്കാൻ എന്താണുള്ളത് ഈ ബജറ്റിൽ? അതാണ് പ്രശ്നം. ഈ ഞാൻ പറഞ്ഞ മുദ്രാവാക്യ സമാനമായിട്ട് പില്ലേഴ്സ് എന്ന് പറഞ്ഞു, കർഷകന്റെ കാര്യം പറഞ്ഞു, യൂത്തിനെ പറഞ്ഞു, ദരിദ്രനെ പറഞ്ഞു, സ്ത്രീയെ പറഞ്ഞു. ഇവർക്ക് എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അവര് വലിയ പില്ലേഴ്സാണ്, വലിയ സംഭവമാണ്. പക്ഷെ എന്താണ് ബഡ്ജറ്റിൽ സ്പെസിഫിക് ആയിട്ട് അവരുടെ നേട്ടത്തിന് വേണ്ടി പറഞ്ഞത്? ഈ 4 ജാതികൾ എന്നുള്ള പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്ന് ആദ്യം വരുന്നത് കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചപ്പോഴാണ്. അപ്പോഴാണ് 4 ജാതി, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിപ്പോൾ ഒരു മുദ്രാവാക്യമായി ഉയർത്തുകയും ചെയ്യുകയാണ്. പിന്നെ ഈ വാഗ്ദാനങ്ങളുടെ ഒരു കാര്യം, നോട്ട് നിരോധിച്ചതിന് ശേഷം എന്നെ പച്ചയ്ക്ക് കൊളുത്തിക്കോ, വികസനം ഉണ്ടായില്ലെങ്കിൽ എന്നെ പച്ചയ്ക്ക് കൊളുത്തിക്കോ എന്ന് പറഞ്ഞു. 2022 ആവുമ്പോൾ കർഷകന്റെ വരുമാനം ഇരട്ടിയാവും എന്ന് പറയും. ഇനിയിപ്പോ 2047 നമ്മളാരും ജീവിച്ചിരിക്കുന്നില്ലല്ലോ. വികസിത ഭാരത കേരളവുമായി ബന്ധപ്പെട്ട് ലോകത്തേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വപ്നങ്ങൾ, ആ ഡ്രീംസ് സെല്ല് ചെയ്ത് വിൽക്കുക, സ്വപ്നം വിറ്റുകൊണ്ട് ജയിക്കാനുള്ള സൂത്രം വേറെ ഉണ്ട്. അത് അവർക്കറിയാം. ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്രയും വഞ്ചിക്കുന്ന ഒരു ഗവൺമെന്റ് ഇല്ല, ഇത്രയും വഞ്ചിച്ചു പോയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. കാര്യമില്ല. You are watching Reporter Evening Show.